ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ടേം 7a², ഇതിന്റെ കോമൺ ടേംസ് നോക്കുകയാണെങ്കിൽ 7 × a ആണ് വരുന്നത് അല്ലെ. ഇനി രണ്ടാമത്തത് 14a നമ്മൾ നോക്കുകയാണെങ്കിൽ 14a എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി 2 × 7 ആണല്ലോ അല്ലെ. സോ 2 × 7 × a എന്നാണ് വരിക. അപ്പൊ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് എന്താണ്? കോമൺ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് എന്താണ്? കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 7 × a ആണ്, ഇവിടെയും അത് നമുക്ക് കാണാൻ പറ്റും ഈക്വൽ ടു 7a എന്നാണ് പറയുക. 7 × a അല്ലെങ്കിൽ 7a. സോ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് മീൻസ് 7a² പ്ലസ് 14a വിച്ച് ഇസ് ഈക്വൽ ടു 7a പോയാൽ ആദ്യത്തെ ടേമിലുള്ളത് എന്താണ്? a ആണ് ആദ്യത്തെ ടേമിലുള്ളത് അല്ലെ. രണ്ടാമത്തെ ടേമിലുള്ളത് ആക്ച്വലി 2 ആണ് അല്ലെ. സോ a + 2. സോ 7a × a + 2 എന്നുള്ളതാണ് എന്ത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫാക്ടറൈസ്ഡ് ഫോം. ഓക്കെ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് -16z 20z³ ഇതാണ് രണ്ട് ടേം ഉള്ളത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? സോ ദിസ് ഇസ് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് -16z നമുക്ക് -1 ഒക്കെ പുറത്തെടുത്തിട്ട് ചെയ്യാം, -1 പുറത്തെടുക്കാം എന്നിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫുള്ള് പോസിറ്റീവ് ആക്കി എഴുതാൻ പറ്റും. ഓക്കെ. സോ ഇതിനെ നമുക്ക് ഏറ്റവും ആദ്യം ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് 20z³ -16z എന്ന് പറയാൻ പറ്റും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഈ -16z നിങ്ങൾക്ക് എന്ത് ചെയ്യാം? -1 × 2 × 2 × 2 × 2 × z എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെയോ 2 × 2 × 5 × z എന്നിട്ട് കോമൺ ടേം പുറത്തെടുക്കാം. അതിലും കുറച്ചുകൂടി നല്ലത് ഇതാണ്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ദിസ് ഈസ് ഈക്വൽ ടു 20z³ -16z. എന്നിട്ട് നമുക്ക് 20z³ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് 20 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 5 ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2 × 5 ആണ് ആക്ച്വലി 20 എന്ന് പറയുന്നത്. സോ ഇൻറ്റു z × z. ഇനി അതേപോലെ 16z is equal to 4 × 4 അല്ലെ. സോ 2 × 2 × 2 × 2 ഇൻറ്റു z ഇതാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെയുള്ള കോമൺ ഫാക്ടേഴ്സ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 2 × 2 ഉണ്ട്, ഇവിടെ 2 × 2 × z ഉണ്ട്, ഇവിടെ z ഉണ്ട്. സോ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4z ആണ് വരിക അല്ലെ. 4z ആണ് വരിക. പിന്നെ ബാക്കിയുള്ള ടേം നമുക്ക് ഉള്ളിലെടുത്ത് എഴുതിയാൽ മതി. സോ നമുക്ക് ഇവിടെ എഴുതാം കോമൺ ഫാക്ടർ is equal to 4z ആണ് വരിക. 4z അല്ലെ. 2 × 2 × z അല്ലെ. അപ്പോ നമുക്ക് ഫൈനലി പറയാൻ പറ്റും എന്ത്? 20z³ -16z is equal to 4 × z ഇൻറ്റു ഇവിടെ 4z കഴിഞ്ഞാൽ പിന്നെ 5 × z × z. എന്താ 5 × z × z? 5z² അല്ലെ. പിന്നെ ഇവിടെ മൈനസ് ആണ്, നടുവിൽ മൈനസ് ആണ്. സോ ഈ മൈനസ് നമ്മൾ ഇവിടെ ഇട്ടു. ഇവിടെ 4z കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 2 × 2 ആണുള്ളത്. എന്താണ് 2 × 2? 4 ആണ് 2 × 2 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 20l² m + 30al m ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഇവിടെ 20l² m + 30al m എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഒരു പണിയില്ല. നമ്മൾ ആദ്യം 20l² m എടുക്കാം. 20l² m is equal to 4 × 5 അല്ലെ. സോ 4 എന്ന് പറയുമ്പോൾ 2 × 2 × 5 × l × m. Now 30al m which is equal to 30 എന്ന് പറയുമ്പം it's 6 × 5. 6 × 5. So 6 2 × 3 × 5. 6 × 5 അല്ലേ. Then into a into l into m. In the common factors എന്ന് പറഞ്ഞാൽ
ഇവിടെ 2 ഇൻറ്റു 5 ഇൻറ്റു L വരും അല്ലേ, 2 ഇൻറ്റു 5 ഇൻറ്റു L, പിന്നെ ഒരു എമ്മും കൂടി വരും. ഓക്കെ, എം കൂടെ വരും. സോ ദിസ് ഇസ് എം, ദിസ് ഇസ് L, ദിസ് ഇസ് 2. കോമൺ ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇൻറ്റു 5 L ഇൻറ്റു എം, L ഇൻറ്റു എം, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? സോ 20 L സ്ക്വയർ എം പ്ലസ് 30 ALM is equal to എന്താ കോമൺ ഫാക്ടേഴ്സ്? 2 ഇൻറ്റു 5 10 അല്ലേ, സോ 10 LM ആണ് എന്ത് കോമൺ ഫാക്ടേഴ്സ്. 2 ഇൻറ്റു 5 10, L ഇൻറ്റു എം LM അല്ലേ, LM. പിന്നെ ബാക്കിയുള്ളത് ഫസ്റ്റ് ടേമിൽ 2 ഇൻറ്റു L ആണുള്ളത്, അപ്പൊ നമുക്കത് 2L എന്ന് എഴുതാൻ പറ്റും. നടുവിൽ ഇവിടെ ഉള്ള സിമ്പൽ പ്ലസ് ആണ്, സൈന് പ്ലസ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് 3 ഇൻറ്റു എ, 3 ഇൻറ്റു എ, സോ യു ക്യാൻ സേ 3A അല്ലെ, 3A എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഫാക്ടറൈസ്ഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, 5x സ്ക്വയർ y മൈനസ് 15xy സ്ക്വയർ. സോ ഏറ്റവും ആദ്യം 5x സ്ക്വയർ y is equal to 5 ഇൻറ്റു എക്സ് ഇൻറ്റു y. ഇനി അതേപോലെ തന്നെ 15xy സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5 അല്ലേ, 3 ഇൻറ്റു 5 ഇൻറ്റു എക്സ് ഇൻറ്റു y. ഓക്കെ, സോ ഒരു y കൂടി ഉണ്ട് അല്ലേ, y സ്ക്വയർ അല്ലേ, ഇത്രയാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 5 ഇൻറ്റു എക്സ് കോമൺ ആണ് അല്ലേ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് y ഉണ്ട്, ഇവിടെ y ഉണ്ട് അല്ലെ. വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. സോ 5xy ആണ് കോമൺ. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു 5xy എന്നിട്ട് 5x സ്ക്വയർ y മൈനസ് 15xy സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ കോമൺ? 5xy അല്ലെ, 5xy ഇൻറ്റു ഇവിടെ ബാക്കി എന്താ ഉള്ളത്? എക്സ് ആണുള്ളത്. സോ എക്സ് ഇസ് ഹിയർ. നൗ യു ക്യാൻ സേ 3y ഈസ് റിമൈനിങ് ദർ വിത്ത് എ നെഗറ്റീവ് ഇൻ ഫ്രണ്ട് അല്ലെ. നെഗറ്റീവ് ഇവിടെ ഉണ്ട്, ആ നെഗറ്റീവ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ 5xy ഇൻറ്റു എക്സ് മൈനസ് 3y എന്നാണ് വരിക. കറക്റ്റ് ആണല്ലോ. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7th ക്വസ്റ്റ്യനിൽ വലിയൊരു ടേം ആണ് തന്നിട്ടുള്ളത്, 10a സ്ക്വയർ മൈനസ് 15b സ്ക്വയർ പ്ലസ് 20c സ്ക്വയർ അല്ലെ. അപ്പോൾ ഇത് 3 ടേം ഉണ്ടെന്നേ ഉള്ളൂ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഓരോ ടേം ഇൻഡിവിജ്വലി എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. സോ ഏറ്റവും ആദ്യം ഇവിടെ 10a സ്ക്വയർ, 10a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 5 ഇൻറ്റു a ഇൻറ്റു a. ഇനി അതേപോലെ 15b സ്ക്വയർ മീൻസ് 3 ഇൻറ്റു 5 ഇൻറ്റു b ഇൻറ്റു b. Then 20c square means 2 into 2, 4 into 5 is 20 into ഇത്രയാണ് വരിക. കോമൺ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്താ കോമൺ ഫാക്ടേഴ്സ്? 5 വരും അല്ലെ. സോ 5 എല്ലാ സ്ഥലത്തും ഉണ്ട്. വേറെ ഒരു ടേം പോലും കോമൺ ഇല്ല. എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് 5 മാത്രമേ ഉള്ളൂ. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എല്ലാം വ്യത്യസ്തമാണ്. നോ കോമൺ ടേം അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റുന്നത് 10a സ്ക്വയർ മൈനസ് 15b സ്ക്വയർ പ്ലസ് 20c സ്ക്വയർ ഈസ് ഈക്വൽ ടു, കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 എടുക്കാം. കോമൺ ആയിട്ട് 5 എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 5 പോലെ ഇവിടെ എന്താ ഉണ്ടാവുക? 2 ഇൻറ്റു എ ഇൻറ്റു എ, 2 ഇൻറ്റു എ ഇൻറ്റു എന്താ? 2a സ്ക്വയർ. പിന്നെ ഇവിടെ നെഗറ്റീവ് ആണുള്ളത്, മൈനസ് ഇവിടെ 5 പോയാൽ 3b സ്ക്വയർ, മൈനസ് 3b സ്ക്വയർ. പിന്നെ അതേപോലെ ഇവിടെ 4c സ്ക്വയർ അല്ലെ, പ്ലസ് 4c സ്ക്വയർ. സോ ദിസ് ഇസ് ദ
ഫൈനൽ ആൻസർ. ക്ലിയർ ആണല്ലോ? നോക്കി, 5 into 2a square minus 3b square plus 4c square. So this is the final answer. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ 8th ക്വസ്റ്റ്യനിലും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നെഗറ്റീവ് ടേം ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്കൊരു വിഷയമല്ല. സോ നമുക്ക് ഏറ്റവും ആദ്യം -4a². ഇപ്പൊ ആദ്യം നെഗറ്റീവ് വന്നതുകൊണ്ട് -4a² എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു -2 into 2 into a എന്ന് പറയാൻ പറ്റും, ഇൻറ്റു a അല്ലെ. ഇനി അതേപോലെ 4ab is equal to 2 into 2 into a into b എന്ന് പറയാൻ പറ്റും അല്ലെ. ഇനി അതേപോലെ തന്നെ 4ca this is equal to 2 into 2 into c into a എന്ന് പറയാൻ പറ്റും. സോ എന്താണ് ഇവിടെ കോമൺ ഫാക്ടർ ആയിട്ടുള്ളത്? ഇവിടെ 4 എന്ന് പറയുന്ന ടേം കോമൺ ആണ്, ഇവിടെയും 4 എന്ന് പറയുന്ന ടേം കോമൺ ആണ്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന ടേം കോമൺ ആണ്. കണ്ടോ, എ എന്ന് പറയുന്ന ടേം കോമൺ ആണ്. സോ ഇവിടെ 4 into എ എന്ന് പറയുന്ന ടേം കോമൺ. അവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് കേട്ടോ, അത് അവിടെ നിന്നോട്ടെ. That doesn't matter at all because we will keep that there. Okay, നമ്മൾ അതേപോലെ അവിടെ വെക്കും. അപ്പൊ ഇവിടെ 4a എന്ന് പറയുന്ന ടേം ആണ് എന്ത്? കോമൺ ഫാക്ടർ. സോ അത് നമുക്ക് ഇവിടെ എഴുതാം, കോമൺ ഫാക്ടർ is equal to 4a. എന്നിട്ട് പറയാൻ പറ്റും -4a² plus 4ab minus 4ca. This is equal to എന്താ വരിക? ഇവിടെ കോമൺ ടേം 4a നമ്മൾ എടുത്താല് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? -a. എന്താ? -a അല്ലെ. 4 എന്ന് പറയുമ്പോൾ ഈ ബ്രാക്കറ്റിൽ ഉള്ളത് ബാക്കി -a. സോ ഇവിടെ നമുക്ക് -a വരും. ഇവിടെ b മാത്രമേ വരുള്ളൂ, പ്ലസ് b. പിന്നെ അതേപോലെ ഇവിടെ മൈനസ് അല്ലേ ഉള്ളത്, മൈനസ് അല്ലെ. സോ മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ 4a പോയി കഴിഞ്ഞാൽ ഇവിടെ -c. ഇത്രയാണ് വരിക. കണ്ടോ, 4a into -a plus b minus c, ഇത്രയുമാണ് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലത്തിൽ. ആക്ച്വലി നമുക്ക് 2 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട് ഈ ഒരു ടൈപ്പിൽ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് 9th ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ x²yz plus xy² z plus xyz². സോ എല്ലാ സ്ഥലത്തും x y z ഇതാണ് കോമൺ ഉണ്ടാവും. അതെങ്ങനെ ഒറ്റയടിക്ക് xyz എന്ന് പറയാ? ഒന്നുമില്ല, ഇവിടെ ചെറുത് x ആണ്, ചെറുത് y ആണ്, ചെറുത് z ആണ്. കണ്ടോ, എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പവർ xyz ആണുള്ളത്. സോ നമുക്ക് പറയാൻ പറ്റും x²yz this is equal to x²yz is equal to x into y into z. ഇനി xy² z is equal to x into y into z. ഇനി xyz² this is equal to x into y into z into z. എന്തൊക്കെയാ കോമൺ ടേം? xyz ആണ് കോമൺ ടേം, xyz. ഇവിടെ xyz, ഇവിടെ xyz, ഇതാണ് കോമൺ ടേം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? x²yz plus xy² z plus xyz². This is equal to xyz into എന്താ ബാക്കിയുള്ളത്? ഇവിടെ x പ്ലസ് y പ്ലസ് z. ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ x, ഇവിടെ y, ഇവിടെ z, ഇതാണ് ആൻസർ. ഓക്കെ, സോ
ഇതൊക്കെ ഒറ്റയടിക്ക് XYZ ഇൻറ്റു X+Y+Z എന്ന് എഴുതിയാലും മതി കേട്ടോ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ അതേ മെത്തേഡിലാണ് നമ്മൾ ചെയ്യണം. ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും പറഞ്ഞാണ് ഒറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടും. ഓക്കെ, സോ സ്റ്റെപ്പ് ജസ്റ്റ് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും മനസ്സിലാവുന്നത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും എല്ലാ പ്രോബ്ലവും ഇത്രയും സ്റ്റെപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ the 10th question, last question for this type. So you can see ax square y, ഏറ്റവും ആദ്യം ax square y ഇതെങ്ങനെ വരിക? a ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. ഇനി bx y സ്ക്വയർ b ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു വൈ. ഇനി അതേപോലെ cx y z is equal to c ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഇൻറ്റു z. ഇത്രയാണ് വരിക. സോ ഇവിടെ നമ്മൾ കോമൺ ടേം നോക്കിയാൽ എ ബി സി ഒന്നും കോമൺ അല്ല. എ ബി സി ഒക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ടേം ആണ്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് വൈ കോമൺ ആണ്, എക്സ് വൈ കോമൺ ആണ്, എക്സ് വൈ കോമൺ ആണ്. കണ്ടോ, എക്സ് വൈ ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്ത്? എ എക്സ് സ്ക്വയർ വൈ പ്ലസ് ബി എക്സ് വൈ സ്ക്വയർ പ്ലസ് സി എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ദെൻ ദ ഫസ്റ്റ് ടേം വിൽ ബി എ ഇൻറ്റു എക്സ് എ എക്സ് പ്ലസ് ഇവിടെ രണ്ടാമത്തെ ബി ഇൻറ്റു വൈ ബി വൈ, മൂന്നാമത്തെ ടേം സി ഇൻറ്റു സെഡ് സി ഇൻറ്റു സെഡ് സി സെഡ്. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. അതോടുകൂടി എന്ത് ചെയ്തു? ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതില് ഫാക്ടറൈസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഇതില് കോമൺ ടേം കണ്ടുപിടിച്ചാൽ മതിയല്ലോ അല്ലെ. പക്ഷെ ഇതില് മൊത്തത്തിൽ കോമൺ ടേം ഇല്ല, മൊത്തത്തിൽ കോമൺ ടേം ഇല്ല അല്ലെ. അപ്പോ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ സ്പ്ലിറ്റിംഗ് ദ ടേം മെത്തേഡ് ഓർ നമുക്ക് ഗ്രൂപ്പിംഗ് ഇൻ ടു ദ, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് മാറ്റിയാൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏറ്റവും നല്ലത് എക്സ് സ്ക്വയർ പ്ലസ് 8x അല്ലെ, അതേപോലെ എക്സ് വൈ പ്ലസ് 8y ആ രീതിയിൽ മാറ്റിയാലോ? അപ്പൊ നമുക്ക് എക്സിന്റെ ടേമും കിട്ടും, വൈയുടെ ടേമും കിട്ടും. സോ നമുക്ക് ഇതിനെ ഏറ്റവും ആദ്യം ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് എക്സ് വൈ പ്ലസ് 8y ഇങ്ങനെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എക്സ് ഇൻറ്റു, ഇവിടെ രണ്ട് സ്ഥലത്തും കോമൺ ടേം ഏതാണെന്ന് കണ്ട് മനസ്സിലാവാനുള്ള അത്രമാത്രം പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ അല്ലെ. പിന്നെ ഇവിടെ എക്സ് പോയി കഴിഞ്ഞാൽ അവിടെ 8 ആണ് ബാക്കി വരിക. പ്ലസ് ഇവിടെ രണ്ട് ടേമിലുമുള്ള കോമൺ ടേം നിങ്ങൾക്കറിയാം y ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ y കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരെ ഇവിടെ x ആണ്. അതേപോലെ ഇവിടെ y പോലെ ബാക്കി ഇവിടെ വരിക 8 ആണ്. സോ നമുക്ക് ഇവിടെ കോമൺ ടേം എക്സ് പ്ലസ് 8 കിട്ടിയിട്ടുണ്ട്. നൗ യു ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് 8 ഇൻറ്റു, ഇവിടെ എക്സ് പ്ലസ് 8 പോയ ബാക്കി എന്താ ഉള്ളത്? എക്സ് ആണുള്ളത്. പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 8 പോലെ ബാക്കി y ആണുള്ളത്. സോ ദിസ് ഇസ് എക്സ് പ്ലസ് 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ദിസ് ഈസ് ദ ഫാക്ടറൈസ്ഡ് ഫോം. ഈസി അല്ലേ? സോ നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഇതിൽ ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ വേറൊരു മെത്തേഡ് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് 8x പ്ലസ് 8y. ഓക്കെ, സോ ഇവിടെ ഏറ്റവും ആദ്യം എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ് വരിക. വൈ ഇവിടെ ഈ എക്സ് പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി y അല്ലേ ഉള്ളത്. സോ ഇവിടെ അതേപോലെ പ്ലസ് 8 ആണ് കോമൺ ആയിട്ടുള്ളത് ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ എക്സ് പ്ലസ് വൈ രണ്ട് സ്ഥലത്തും കോമൺ ആണ്. സോ ഇഫ് യു ടേക്ക് ദാറ്റ് എക്സ് പ്ലസ് വൈ ഔട്ട്സൈഡ് യു വിൽ ബി
ending up with x plus y into x plus 8, which is exactly same as the previous result. അല്ലെ, x plus 8 into x plus y ഉം x plus y into x plus 8 ഉം same അല്ലേ? So I think the second method will be having less step. ചെറിയ സ്റ്റെപ്പ് ഇതിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്താലും മതി, ഏതായാലും കുഴപ്പമില്ലേ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം റീഅറേഞ്ച് ചെയ്യാതെയും ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാതെ ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഇതും കോമൺ ഉണ്ടായിരുന്നു, ഇതും കോമൺ ഉണ്ടായിരുന്നു. എല്ലാ പ്രോബ്ലം അങ്ങനെ ഉണ്ടാവില്ല. ചില പ്രോബ്ലത്തിൽ ഈ ടേമും ഇതും മാത്രം കോമൺ, ഇതും മാത്രം കോമൺ, അങ്ങനെ കോമൺ ഫാക്ടേഴ്സ് വരുന്നതുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതേപോലെ റീഅറേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 2 15xy - 6x + 5y - 2 ഇതാണുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഈ 6x എന്ന് പറയുമ്പോഴും 2 എന്ന് പറയുമ്പോഴും എന്താ പറയാ, അതിൽ കോമൺ ഉണ്ട്. പക്ഷെ 5y2 എന്ന് പറയുമ്പോ അതിൽ ആക്ച്വലി എന്തില്ല, കോമൺ ഇല്ല. സോ നമുക്ക് നന്നാവുക ഈ 6x-ഉം 2ഉം എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇനിയിപ്പോ അതല്ലാതെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ 2 മെത്തേഡിൽ ചെയ്തില്ലേ, 2 മെത്തേഡിൽ ചെയ്തു. അതേപോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് എന്താ പറയാ, കോമൺ ആയിട്ട് എടുക്കുന്നത് ഗ്രൂപ്പിംഗ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റത്തെ ടേം 15xy - 6x + 5y - 2 ഇത് അതേപോലെ എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ, ഇവിടെ 15xy എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 × 5 × x × y - 2 × 3 × x + 5 × y - 2. ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോമൺ ടേം കണ്ടുപിടിക്കുക അല്ലെ. സോ നോക്കിയേ, 3x എവിടെ ഉണ്ട്, ഇവിടെയും 3x ഉണ്ട്. സോ 3x നമ്മൾ പുറത്തെടുത്താൽ ഇവിടെ ബാക്കിയുള്ളത് എന്താ, 5y മൈനസ് ഇവിടെ 3x പോലെ -2. അത് കഴിഞ്ഞിട്ട് ഇവിടെ നടുവിൽ ഒരു പ്ലസ് ഉണ്ട്, ഇവിടെ 5y - 2. ദർ ഇസ് നോ കോമൺ ടേം, ഒറ്റ കോമൺ ടേം പോലും ഇല്ല. സോ ജസ്റ്റ് 5y - 2 എന്ന് തന്നെ എടുക്കുക, അത് കോമൺ ആയിട്ട് ഒന്നും എടുക്കണ്ട. So now you can see 5y - 2, 5y - 2 is the common term here. So this is equal to 5y - 2 into 3x plus 1. So this is the final answer for this question. 5y - 2 into 3x plus 1. അപ്പൊ ക്ലിയർ ആണല്ലോ, 5y - 2 into 3x plus 1 എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ ചെയ്യാം. താങ്ക് യു.